ഗൾഫിൽ കൊടും ചൂടിനും ദൈർഘ്യമേറിയ പകലിനും ഇടയിൽ എത്തിയ നോമ്പുകാലത്തെ വിശ്വാസത്തിൻ്റെ കരുത്തിൽ ധന്യമാക്കുകയാണ് സഹസ്രങ്ങൾ. റംസാൻ മുബാറക്ക് നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഗൾഫ് ദിസ് വീക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക്. വിശ്വാസി സമൂഹത്തിന് അവാജ്യമായ ആത്മഹർഷം സമ്മാനിച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ വിരുന്നിനെത്തി. ജീവിത വിശുദ്ധിയുടെ വിളവെടുപ്പുകാലമായ റംസാനിൽ ആത്മവിശുദ്ധിയുടെ വിഹായസിലേക്ക് പറന്നുയരാനുള്ള തിടുക്കത്തിലാണ് വിശ്വാസികൾ. കലുഷിതമായ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരിക്കൽ കൂടി റമസാൻ കടന്നുവന്നു. നന്മയിലേക്കും സദാചാരത്തിലേക്കും ആത്മീയ ചൈതന്യത്തിലേക്കുമാണ് റംസാൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ആത്മചൈതന്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ശാരീരികമായും മാനസികമായും ഗുണം ചെയ്യുന്നുവെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും കണ്ടെത്തിയിരിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ വ്യക്തി സംസ്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നന്മ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും ഉണ്ടാകുമെന്ന സന്ദേശവും റംസാൻ നൽകുന്നുണ്ട്. ഈ അവസരത്തിൽ സ്വന്തം ക്ഷേമത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാർ ഉണർത്തി. പരിശുദ്ധ റമദാൻ സമാധാനത്തെയാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും അട്ടിമറിയും അക്രമവും ഉണ്ടാകാൻ പാടില്ല, സമാധാനിയാവണം മനുഷ്യൻ എന്നാണ് റമദാൻ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം ലോകത്തേക്ക് കണ്ണോടിക്കുമ്പോൾ ലോകത്തെമ്പാടും ബഹളങ്ങളും കുഴപ്പങ്ങളും അട്ടിമറികളും അക്രമങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയം പ്രത്യേകമായി ലോക സമാധാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥന കൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സർവ്വലോകത്തിനും ഈ പരിശുദ്ധ റമദാൻ ഗുണകരമായി തീരട്ടെ. കാരുണ്യത്തിന്റെ നിറവാണ് റംസാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധികലശത്തിന്റെ കാലവും അനുഗ്രഹത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. വരാനിരിക്കുന്നത് പാപമോചനത്തിന്റെയും നരകവിമുക്തിയുടെയും 10 ദിനങ്ങൾ വീതം. അള്ളാഹുവിന്റെ കാരുണ്യവർഷത്തിനായി വ്രതമെടുത്ത വിശ്വാസികൾ നമസ്കാരത്തിലും അനുബന്ധ പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുന്നു. പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് ആത്മവിചിന്തനം നടത്തുന്നതോടൊപ്പം ഭാവി ജീവിതത്തിലേക്കുള്ള ഊർജം നേടിയെടുക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. അവർണ്ണനീയമായ മഹത്വമുള്ള മാസം, പ്രത്യേകിച്ച് കഴിവുള്ള ജനങ്ങൾ പാവപ്പെട്ടവരോട് കൃപ കാണിക്കുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സമയം. ദാനധർമ്മം ഇല്ലെങ്കിൽ മനുഷ്യനാവില്ല. അതുകൊണ്ട് ദാനധർമ്മം വേണം. ആ ധർമ്മത്തിലേക്ക് മനുഷ്യനെ പ്രത്യേകമായി പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് റമദാൻ. അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും നടമാടുന്നിടത്ത് ശക്തമായ സാമൂഹിക പരിവർത്തനത്തിനുള്ള സാഹചര്യമാണ് വ്രതാനുഷ്ഠാനം ഒരുക്കുന്നത്. ദരിദ്രനും സമ്പന്നനും ഇടയിലുള്ള സാമൂഹിക സാമ്പത്തിക അകലം കൂടുന്ന ഇക്കാലത്ത് മാറ്റത്തിന്റെ സന്ദേശമാണ് സമൂഹ നോമ്പുതുറ നൽകുന്നത്. പണ്ഡിതനും പാമരനും കറുത്തവനും വെളുത്തവനും ധനികനും ദരിദ്രനും അറബിയും അനറബിയും ഉപവാസത്തിൽ ഒന്നിക്കുന്നു. ഇഫ്താറിൽ ഒരേ പാത്രത്തിൽ ഉണ്ണുകയും ചെയ്യുന്നു. ഈ കാഴ്ചയിലൂടെ ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാൻ റംസാൻ പ്രേരണയാകുന്നു. വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല, എളുപ്പമാക്കാനാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. റമദാൻ മാസം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ കഷ്ടപ്പെടുത്താൻ വേണ്ടിയോ നിശ്ചയിച്ചതല്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വല യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവൻ്റെ ഹൃദയശുദ്ധിയും ഹൃദയത്തിൻ്റെ വളർച്ചയും ആണ്. ഈ പരിശുദ്ധിയും വളർച്ചയും ലഭ്യമാകുന്നതിന് പരിശുദ്ധ റമദാൻ മാസത്തിലുള്ള നോമ്പ് മറ്റ് ഇബാദത്തുകൾ കൂടുതൽ ഉപകരിക്കുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലെ ഉപവാസങ്ങളെ ആദരപൂർവമാണ് ഇസ്ലാം കാണുന്നത്. എന്നാൽ ഭൗതികമായും ആത്മീയമായും മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നു റംസാനിലെ വ്രതാനുഷ്ഠാനം. ഇത് അനുഭവിച്ചറിഞ്ഞവർ ഗൾഫിൽ ധാരാളം.
മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇതര മതസ്ഥർ നോമ്പെടുക്കുന്നുണ്ട്. ഇഫ്താർ സംഗമങ്ങളിൽ വേർതിരിവില്ലാതെ അവർ ഒന്നിക്കുന്നു. റംസാനിൽ വിദേശികളെ വിരുന്നൂട്ടുന്നതിൽ സ്വദേശികളും മത്സരിക്കുന്നു. പള്ളികളോട് ചേർന്നും പൊതുസ്ഥലങ്ങളിലും ശീതീകരിച്ച ടെന്റുകൾ ഒരുക്കിയാണ് ഇഫ്താറിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. റംസാനിൽ ഉംറ നിർവഹിക്കാനായി എത്തുന്നവരെ കൊണ്ട് പുണ്യനഗരി നിറഞ്ഞു കവിയുന്നു. കടുത്ത ചൂടിനെ പ്രാർത്ഥനയുടെ കരുത്തിൽ കീഴടക്കി വിശ്വാസികൾ പുണ്യനഗരിയിലേക്ക് ഒഴുകുകയാണ്.